ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആശമയും ദശക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആശമയ്ക്ക് ഇന്ന് സാമ്പാർ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ട് സാമ്പാർ വയ്ക്കുവാണ്. അപ്പോൾ രാത്രി ഇന്നലെ ഏട്ടൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഏട്ടൻ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടേ, കട്ട് ചെയ്ത സാമ്പാറിൻ്റെ കൂട്ട്. അപ്പോൾ ഇനി ഞാൻ പരിപ്പ് പൊടിയും ഉണ്ടാക്കാനായിട്ട് പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനിപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇട്ടിരുന്ന കേട്ടോ. അപ്പോൾ അതങ്ങ് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തോർന്നിരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലത്തേക്കുള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും വറ്റൽമുളകുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ നിറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഒരു അല്പം കറിവേപ്പിലും ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതിന് മുമ്പ് പരിപ്പോടെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ വീഡിയോ ഇതുപോലെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആശമ ഉള്ളതുകൊണ്ടാട്ടോ ഇന്ന് പരിപ്പോടെയൊക്കെ വെക്കുന്നത്. കാരണം ആശമ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കേട്ടോ, ആശമ നമുക്ക് എല്ലാം ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. ഒരു ജോലിയും ചെയ്യേണ്ട കേട്ടോ. ആശമ ഒന്നും ചെയ്യാനും സമ്മതിപ്പിക്കത്തില്ല. ഫുൾ ടൈം നമ്മളെ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന സെയിം ഫീലിംഗ് കേട്ടോ ആശമയോടെ നിൽക്കുമ്പോൾ. കാരണം ആശമ ഇങ്ങനെ നമുക്ക് എല്ലാം കുക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കുക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ട് ടേബിളിൽ വെച്ച് തരും കേട്ടോ. അപ്പോൾ ആശമ വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മുടെ വടപ്പരിപ്പും കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആയിട്ട് അരയ്ക്കരുത്, കുറച്ച് തരിയോടെ വേണം കേട്ടോ പോയി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം ഗരം മസാലയും പിന്നെ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് രസം കൂടെ ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളക്, 2 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, 2-3 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കുരുമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ഒരു തക്കാളിയും കൂടിയാണ് കേട്ടോ വേണ്ടത്. ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാറിന്റെ എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെണ്ടയ്ക്കയും കത്തിരിക്കയും സെപ്പറേറ്റ് വേവിച്ചൊഴിക്കുവാണ്. കത്തിരിക്കയിലാണ് കേട്ടോ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് പുളിയും കൂടെ ചേർക്കും കേട്ടോ. എന്നിട്ട് അങ്ങ് സാമ്പാറിലെടുത്ത് ഒഴിച്ച് മല്ലിയിലിട്ട് കടുക് താളിച്ച് സാമ്പാർ റെഡിയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ രസവും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ പരിപ്പ് പൊടിയും കൂടെ ഉണ്ടാക്കണം. അപ്പോഴത്തേക്കും ഏട്ടൻ ഇവാനെ കൊണ്ടാക്കിയിട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടൻ അറിയില്ലായിരുന്നു ഞാൻ രസമൊക്കെ വെക്കുന്ന കാര്യം. അപ്പോൾ ഏട്ടൻ വന്നപ്പം വട മേടിച്ചിട്ട് വന്നു കേട്ടോ. ഏട്ടൻ അറിയില്ലായിരുന്നു ഞാൻ പരിപ്പ് പൊടി ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ പരിപ്പോട ഉണ്ടാക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പരിപ്പോട ഇതുപോലെ റൗണ്ട് ആക്കി ഇട്ട് കൊടുക്കാം. അപ്പൊ അത് അവിടെ കിടന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പോടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോടയുണ്ട്, ഇഡ്ഡലിയുണ്ട്, സാമ്പാറുണ്ട്, രസവടയുണ്ട്, രസമുണ്ട്, പിന്നെ നമ്മുടെ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവാനയ്ക്കും ദക്ഷയും കൊടുക്കാം. അപ്പോൾ അവർ കഴിച്ചിട്ട് നമ്മൾ കഴിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ചു നമ്മുടെ കോഴിക്കുഞ്ഞിനെ കൊടുത്തു കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൽ ജോലിക്ക് വരുന്ന ഒരു ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ചേച്ചി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ള ലവ് യു ആൻഡ് ബൈ ഗൈസ്.